മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തെന്ന കേസ് ഫുൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട ലോകായുക്ത. കേസിൽ ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കും ഭിന്നാഭിപ്രായം ഉണ്ടായതിനാലാണ് മൂന്നംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടത്. മന്ത്രിസഭാ തീരുമാനത്തിൽ അന്വേഷണത്തിന് ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിലായിരുന്നു ഭിന്നാഭിപ്രായം. നിയമപോരാട്ടം തുടരുമെന്ന് ഹർജിക്കാരനായ RS ശശികുമാർ പറഞ്ഞു. ലോകായുക്ത സിറിയക് ജോസഫും ഉപലോകായുക്ത ഹാറൂൺ ഉൽ റഷീദും ഉൾപ്പെട്ട ബെഞ്ചാണ് രാഷ്ട്രീയ കേരളം ഏറെ കാത്തിരുന്ന കേസിൽ വിധി പ്രഖ്യാപിച്ചത്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആർക്ക് തുക അനുവദിക്കണമെന്നത് മന്ത്രിസഭയുടെ വിവേചനാധികാരമാണെന്നായിരുന്നു തുടക്കം മുതൽ സർക്കാരിന്റെ വാദം. ഈ അധികാരപരിധി സംബന്ധിച്ച് തന്നെയായിരുന്നു ലോകായുക്തയും ഉപലോകായുക്തയുമായി വ്യത്യസ്ത അഭിപ്രായമുണ്ടായത്. ഹർജിയിലെ ആരോപണങ്ങളുടെ മെരിറ്റ് സംബന്ധിച്ചും ഭിന്നാഭിപ്രായമുണ്ടായെന്ന് വിധിയിൽ വ്യക്തമാക്കുന്നു. കോടതികളെ സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രം ഈ കേസിലും ഉണ്ടായെന്ന ആരോപണമാണ് ഹർജിക്കാരൻ ഉയർത്തുന്നത്. അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫൈനൽ വിധി വന്നിട്ടില്ല. അപ്പോൾ മൂന്നംഗ ബെഞ്ചിലേക്ക് വിടുന്നുണ്ട്. ആ മൂന്നംഗ ബെഞ്ച് ഡിലേ വരുത്താൻ പാടില്ല. കാരണം 2018 കൊടുത്ത കേസ് 5ാമത്തെ വർഷമായി, ഇനി നീണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് അടിയന്തരമായി ബെഞ്ച് ഹിയർ ചെയ്യണം. ഹിയർ ചെയ്ത് സമയബന്ധിതമായി ഈ കേസിൽ ഡിസ്പോസ് ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സമീപിക്കും. സിറിയക് ജോസഫിനും ഹാറൂൺ ഉൽ റഷീദിനും പുറമെ ബാബു മാത്യു പി ജോസഫും കൂടി ഉൾപ്പെട്ട ബെഞ്ചാകും കേസിൽ ഇനി വാദം കേൾക്കുക. കേസ് എന്നു പരിഗണിക്കണമെന്ന് ലോകായുക്ത തീരുമാനിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറെ വിവാദമായ പാറ്റൂർ ഭൂമി ഇടപാടും ലോകായുക്തയിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഫുൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. മന്ത്രിസഭാ തീരുമാനത്തെ ചോദ്യം ചെയ്യാനും അതിൽ അന്വേഷണം നടത്താനും ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ ലോകായുക്തയിൽ ഭിന്നാഭിപ്രായമുണ്ടായത് സർക്കാരിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഫുൾ ബെഞ്ചിന് വിട്ടതോടുകൂടി 2018 ഫയൽ ചെയ്ത കേസിൽ അന്തിമ വിധി ഇനിയും വൈകും. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ലോകായുക്തയെ ഭീഷണിപ്പെടുത്തി നേടിയ വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോകായുക്തയുടെ വിശ്വാസ്യത തകർക്കുന്ന വിചിത്രമായ വിധിയാണുണ്ടായത്. ഉന്നത നീതിപീഠങ്ങൾ ഇടപെടണം എന്നും സതീശൻ ആവശ്യപ്പെട്ടു. ലോകായുക്ത പുറപ്പെടുവിച്ചിരിക്കുന്നത് വിചിത്രമായ ഒരു വിധിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ സംവിധാനമായ ലോകായുക്തയുടെ വിശ്വാസ്യത മുഴുവൻ തകർക്കുന്നതാണ് ഈ വിധി എന്ന് പറയുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ലോകായുക്തയെ ഭീഷണിപ്പെടുത്തി നേടിയ ഒരു വിധിയാണ് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നിൽ ഇത് അനന്തമായി നീണ്ടുപോവുക, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലാതാകുന്ന ദിവസം വരെ ഇത് നീണ്ടുപോവുക. 1. 2, അതിനിടയിൽ, കാരണം ഗവർണറുമായിട്ട് ഏത് സമയത്ത് സെറ്റിൽമെന്റ് ഉണ്ടാവാം, ഗവർണർ ലോകായുക്ത ബില്ലിൽ ഒപ്പുവയ്ക്കുക. അപ്പൊ പിന്നെ എന്ത് വിധി വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. ലോകായുക്തയുടെ പല്ലും നഖവും കൊഴിച്ചു കളയുന്ന ഭേദഗതിയാണിത്. ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു അഴിമതി നിരോധന സംവിധാനത്തെക്കുറിച്ച് ആളുകൾക്കുള്ള മുഴുവൻ വിശ്വാസവും തകർന്നു. ഇപ്പൊ തന്നെ പോയി. ഉന്നത നീതിന്യായ പീഠങ്ങൾ ഗൗരവതരമായി ഇടപെടേണ്ട ഒരു കേസാണ്. ഒരു സംവിധാനത്തിൽ, ലോകായുക്ത പോലുള്ള ഒരു സംവിധാനത്തിൽ ഇത്രയും ഒരു പരസ്യമായി ജനങ്ങളെ മുഴുവൻ, ഇതിൽ ഉള്ള വിശ്വാസം മുഴുവൻ തകർന്നു പോകുന്ന തലത്തിലേക്ക് ഈ വിധി പോയിരിക്കുകയാണ്. ഈ വിധി, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇത് വിചിത്രമായ വിധിയാണ്. ഗുരുതരമായ പ്രശ്നം ഉയർത്തുന്ന വിധി എന്നായിരുന്നു കേന്ദ്രമന്ത്രി V മുരളീധരന്റെ പ്രതികരണം. മുഖ്യമന്ത്രി സംശയത്തിന്റെ നിഴലിലാണ് എന്ന് ലോകായുക്ത വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു ലോകായുക്ത പറയുന്നു മുഖ്യമന്ത്രി സ്വജനപക്ഷപാതം കാണിച്ചു എന്ന്. സ്വജനപക്ഷപാതം കാണിച്ചില്ല എന്ന് 2 ലോകായുക്തകൾക്കും ഏകാഭിപ്രായമായിരുന്നുവെങ്കിൽ ഈ കേസ് തള്ളിയേനെ. ഈ കേസ് തള്ളിയിട്ടില്ല. അതിനർത്ഥം ഒരു ലോകായുക്ത മുഖ്യമന്ത്രി സ്വജനപക്ഷപാതം കാണിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി സംശയത്തിന്റെ നിഴലിലാണ്. ആ ഒരു ലോകായുക്ത മുഖ്യമന്ത്രി സംശയത്തിന്റെ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം കാണിച്ചു എന്ന് പറയുന്ന സ്ഥിതിയിൽ പൊതുപ്രവർത്തകർ പാലിക്കേണ്ട സാമാന്യ ധാർമ്മികതയുടെ ഒരു മാനദണ്ഡം, സർക്കാരിന് ആശ്വാസത്തിന്റെയും നിശ്വാസത്തിന്റെയും പ്രശ്നം ഉദിക്കുന്നില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ലോകായുക്ത UDF പറഞ്ഞത് കറക്റ്റ് അല്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. ദുരിതാശ്വാസ നിധിയും അതുപോലെ തന്നെ പ്രളയ ഫണ്ടും ഒക്കെ അർഹിക്കുന്നവർക്ക് കിട്ടേണ്ടതാണ്. അത് സർക്കാർ വേണ്ട വിധം ശ്രദ്ധിക്കാതെ കൈകാര്യങ്ങൾ ചെയ്തു എന്നുള്ള വിമർശനം ഉണ്ട്.
വിധി വരുമ്പോൾ അപ്പോൾ നോക്കാമെന്നും ഇപ്പോൾ വിത്തും വേരും ചെയ്യേണ്ട എന്നുമായിരുന്നു മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. അല്ല, ഏതായാലും കോടതിയിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനവരെ പ്രേരിപ്പിച്ച വികാരം എന്താണെന്ന് പുറത്തുള്ള ഒരാളായ ഞാനെങ്ങനെ പറയാം? അത് കോടതിക്ക് കുറച്ചും കൂടി വിശദമായ, അല്ലെങ്കിൽ ലോകായുക്തക്ക് കുറച്ചും കൂടി കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടേണ്ടതുണ്ട്, മറ്റൊരു അഭിപ്രായം കൂടി തേടേണ്ടതുണ്ട്. എന്നാൽ എല്ലാവരും കൂടി ചെയ്യുന്നതല്ലേ നല്ലതെന്ന് അവരാലോചിച്ചിട്ടുണ്ടാവും. ലോകായുക്തയ്ക്ക് മുൻപിൽ ഉള്ളത് സത്യസന്ധമായ കേസെന്നും ലോകായുക്ത വിധി വൈകിച്ചത് തെറ്റെന്നും രമേശ് ചെന്നിത്തല ഫുൾ ബെഞ്ചിന് വിട്ടാലും മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മുഖ്യമന്ത്രി കുറ്റക്കാരൻ ആണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫുൾ ബെഞ്ചിന് വിട്ടാൽ പോലും അവരിൽ നിന്നൊന്നും മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വളരെ ക്ലിയർ കേസാണിത്. ഈ കേസ് ഏത് നിയമത്തിന്റെ ബാലപാഠം അറിയാവുന്ന ഏതൊരു വ്യക്തി പരിശോധിച്ചാലും അത് ശിക്ഷാർഹമാണ് എന്ന് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഫുൾ ബെഞ്ച് പരിശോധിച്ചാലും ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മുഖ്യമന്ത്രി കുറ്റക്കാരനാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നിയമസഭയിൽ അമെൻമെന്റ് കൊണ്ടുവന്നത്. അഴിമതി നടന്നു എന്ന് പ്രഥമ ദൃഷ്ടിയാൽ തെളിഞ്ഞതിനാലാണ് ഫുൾ ബെഞ്ചിന് വിട്ടത് എന്ന് UDF കൺവീനർ MM ഹസൻ. കേസ് സമയബന്ധിതമായി തീർക്കണം. ഈ കേസിൽ ഒരു വിട്ടുവീഴ്ചയും ലോകായുക്തയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫുൾ ബെഞ്ചിന് വിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രഥമ ദൃഷ്ട്യാ അഴിമതി ഉണ്ടെന്ന് ലോകായുക്തയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ രണ്ടംഗങ്ങളുടെ വിധിക്ക് വ്യത്യസ്ത അഭിപ്രായം വന്നതുകൊണ്ടാണ് ലോകായുക്ത അത് ഫുൾ ബെഞ്ചിന് വിട്ടത്. അഴിമതി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതിന് തുല്യമാണ് ഫുൾ ബെഞ്ചിലേക്ക് ഈ കേസ് വിട്ടത് എന്നുള്ളത് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ലോകായുക്തയുടെ ഫുൾ ബെഞ്ച് എത്രയും വേഗം ഈ അഴിമതിയെക്കുറിച്ച് പൂർണ്ണമായും അന്വേഷിച്ച് അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കണം. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയുടെ പരാമർശമുണ്ടായാൽ പോലും ഭരണപക്ഷം വലിയ പ്രതിരോധത്തിൽ ആകുമായിരുന്നു. അതിനാൽ കേസ് ഫുൾ ബെഞ്ചിന് വിടാനുള്ള ലോകായുക്ത വിധി മുഖ്യമന്ത്രിക്ക് താൽക്കാലിക ആശ്വാസമാണ്. എന്നാൽ ലോകായുക്തയെ ഭീഷണിപ്പെടുത്തി നേടിയ വിധി എന്നതടക്കമുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ലോകായുക്ത വിധിയിലെ കാലതാമസം അടക്കമുള്ള കാര്യങ്ങൾ തുടർ രാഷ്ട്രീയ വിവാദത്തിനും വഴിവെക്കും. VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഒരുപക്ഷേ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും പരാമർശം പോലും ഉണ്ടായാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകുമായിരുന്നു. ഇപ്പോൾ സാങ്കേതികത്വം മാത്രമല്ലേ ഈ ഭിന്നാഭിപ്രായത്തിലൂടെ വരുന്നത്? ഒരു വിധിയെന്ന് തന്നെ വിലയിരുത്താനാകുമോ? ഇപ്പോൾ മന്ത്രി P രാജീവ് മാധ്യമങ്ങളെ കാണുന്നു. പറയുന്നത് ക്യാബിനറ്റിന്റെ തീരുമാനം പരിശോധിക്കാനുള്ള അധികാരം ലോകായുക്തയ്ക്കുണ്ടോ എന്ന പ്രശ്നം വിശാല ബെഞ്ച് പരിശോധിക്കണമെന്നാണ്. അവർ പരിശോധിക്കട്ടെ, അത് വന്നതിന് ശേഷം നമുക്ക് പറയാം. അപ്പോൾ ആ കാര്യമാണ് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. ആ കാര്യത്തിൽ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്നത് ലോകായുക്ത ഫുൾ ബെഞ്ച് പരിശോധിക്കും. ആ പരിശോധന അവർ നടത്തട്ടെ, അതിനുശേഷം വായിക്കാൻ. നിയമമന്ത്രി P രാജീവിന്റെ പ്രതികരണമാണ് കേട്ടത്. അദ്ദേഹം ഈ കോടതി വിധിയല്ല, മറിച്ച് ഈ വിഷയം പരിഗണിക്കാൻ ലോകായുക്തയ്ക്ക് സാധിക്കുമോ എന്നത് സംബന്ധിച്ച അഭിപ്രായ ഭിന്നതയാണ് ജസ്റ്റിസുമാർക്കിടയിൽ ഉണ്ടായത് എന്ന് നിരീക്ഷിക്കുന്നു. അരുൺ, അതാണ് ഈ സാങ്കേതികത്വം, അതായത് ഇങ്ങനെയൊരു വിഷയം പരിഗണിക്കാൻ ലോകായുക്തയ്ക്ക് സാധിക്കുമോ എന്നതിലേക്ക് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ജസ്റ്റിസുമാരുടെ അഭിപ്രായങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ആശ്വാസം ഈ ഘട്ടത്തിൽ സർക്കാരിന് ലഭിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അഭിലാഷ്, തീർച്ചയായും P രാജീവ് പറഞ്ഞത് തന്നെയാണ് സർക്കാരിന്, മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും അധികം ആത്മവിശ്വാസവും ആശ്വാസവും നൽകുന്ന കാര്യം. അതിൽ ഈ കേസിന്റെ പ്രാരംഭഘട്ടം മുതൽ സർക്കാർ ഭാഗം ഉയർത്തിയ പ്രധാന വാദം ഈ കേസ് പരിഗണിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമില്ല എന്നുള്ളതാണ്. മന്ത്രിസഭയുടെ വിവേചന അധികാരമാണ് ആർക്ക് എത്ര തുക എങ്ങനെ നൽകണമെന്ന കാര്യം ദുരിതാശ്വാസ നിധിയിൽ നിന്നും അത് ചോദ്യം ചെയ്യാൻ 1999 ലോകായുക്ത നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല എന്ന് തന്നെയാണ് സർക്കാർ വാദിച്ചത്. അതിൽ തന്നെ ലോകായുക്തയിൽ ഭിന്നാഭിപ്രായം, ലോകായുക്തയ്ക്കോ ഉപലോകായുക്തയ്ക്കോ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായി എന്നത് സർക്കാരിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അതുതന്നെയാണ് ഇപ്പോൾ P രാജീവ് ചൂണ്ടിക്കാട്ടിയത്. മറ്റൊന്ന്, 4 വർഷത്തിലേറെ എടുത്താണ് കേസിന്റെ വാദം പൂർത്തിയായത്. പിന്നീട് വിധി പറയാൻ 1 വർഷത്തിലേറെ വീണ്ടും കാലതാമസമുണ്ടായി. ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. വീണ്ടും ഹർജിയുമായി ലോകായുക്തയിൽ വരേണ്ടി വന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ ഫുൾ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇതിന് ഏറെ കാലതാമസമുണ്ടാകും.
ഫുൾ ബെഞ്ച് വിശദമായി തന്നെ വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കേൾക്കേണ്ടി വരും. വർഷങ്ങളെടുക്കും ഇതിനും എന്ന് വേണം കരുതാൻ. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഈ സർക്കാരിന്റെ കാലത്ത് ഈ കേസിൽ ഒരു അന്തിമ വിധി ഉണ്ടാകാൻ ഇടയില്ല. അതും സർക്കാരിന് ആത്മവിശ്വാസവും ആശ്വാസവും നൽകുന്ന ഘടകങ്ങളാണ്. ഇതുണ്ടാക്കാൻ പോകുന്ന കാലതാമസം പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത് അതുതന്നെയാണ്. ഇത്തരത്തിൽ ലോകായുക്തയുടെ അധികാര പരിധി സംബന്ധിച്ച് എന്തെങ്കിലും സംശയം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ എന്തിന് ഇത്രയധികം വൈകിപ്പിച്ചു? 5 വർഷത്തോളം എന്തിന് ഈ കേസിൽ ഒരു തീരുമാനം ഉണ്ടാകാനും ഇത്തരത്തിൽ ഫുൾ ബെഞ്ചിൽ വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്താനും വൈകിപ്പിച്ചു എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ലോകായുക്ത വിധിയിലുള്ള സംശയത്തോടെ കാണുന്നവരും ഏറെയാണ്. ഇതിൽ കൃത്യമായ സർക്കാർ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞത് സർക്കാർ ലോകായുക്ത ഭീഷണിപ്പെടുത്തി നേടിയെടുത്ത വിധി എന്നാണ്. അത്തരം ആരോപണങ്ങൾ ഇനിയും നിലനിൽക്കും. ഈ ലോകായുക്ത ഭേദഗതി ബിൽ ഇപ്പോഴും ഗവർണറുടെ പരിഗണനയിലാണ്. അതിലൊരു അന്തിമ തീരുമാനം വരുന്നതുവരെ അതും സർക്കാരിനെ വെല്ലുവിളിയായി തന്നെ നിൽക്കും. സർക്കാരിന് തൽക്കാലത്തേക്ക് ആശ്വസിക്കാമെങ്കിലും അരുൺ, തീർച്ചയായും ഈ വിഷയത്തിൽ കോടതി വിധി എപ്പോൾ വരും എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. നിയമവിദഗ്ധർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് സർക്കാരിനെ അനുകൂലിക്കുന്നവർക്ക് ആശ്വാസവും സർക്കാരിനെ എതിർക്കുന്നവർക്ക് പ്രതീക്ഷയും നൽകുന്ന ഒന്ന് എന്നാണ്. കാരണം ഇനിയിപ്പോൾ ഈ വിശാല ബെഞ്ച്, ഫുൾ ബെഞ്ച് ഇത് പരിഗണിച്ച് അതിലൊരു തീരുമാനമെടുക്കണം. ഇങ്ങനെയൊരു വിഷയം പരിഗണിക്കാൻ സാധിക്കുമോ എന്ന്. പരിഗണിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം ആ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് വരികയും അങ്ങനെ അത് സ്വജനപക്ഷപാതമായിരുന്നോ അഴിമതിയായിരുന്നോ എന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. മറുഭാഗത്ത് ഹർജിക്കാരൻ പറയുന്നത് നിയമ നടപടി തുടരും, ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ്. ഹൈക്കോടതി ഒരുപക്ഷെ ഈ ലോകായുക്തയുടെ പരിഗണനയിൽ ഉള്ള വിഷയമായതിനാൽ ഇടപെടാൻ മടിച്ചേക്കും, ലോകായുക്ത തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞേക്കുമെന്നൊക്കെയാണ്. എന്തായാലും ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിഷയത്തിന്മേൽ വിധി ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്താണ്? അതുതന്നെയാണ് ഈ കാലതാമസം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് ഇത് ഫുൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടും എന്ന് അത് തീരുമാനിക്കേണ്ടത് ലോകായുക്തയാണ്. അദ്ദേഹം തീരുമാനിച്ച് അറിയിക്കേണ്ടതാണ്. ഫുൾ ബെഞ്ച് എന്ന് പരിഗണിക്കുമ്പോഴും ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യം, ഈ കേസ് പരിഗണിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ ഇല്ല എന്ന സർക്കാർ വാദത്തെ അടിസ്ഥാനപ്പെടുത്തി അതുതന്നെയാണ് സംശയമായി ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലതാമസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സർക്കാരിന്റെ കാലത്ത് ഈ കേസ് അവസാനമുണ്ടാകുമോ അല്ലെങ്കിൽ വീണ്ടും നീണ്ടുപോകുമോ എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായിട്ടുള്ളത്. പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഇതിനെതിരെ വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു. കോടതിയിൽ, മേൽക്കോടതി, പ്രത്യേക ഹൈക്കോടതിയാണ് ലോകായുക്ത തീരുമാനത്തിൽ അല്ലെങ്കിൽ ലോകായുക്തക്കെതിരെ പരാതികളിലൊക്കെ ആദ്യം ഹർജിക്കാരനെ സമീപിക്കാവുന്ന ജുഡീഷ്യൽ ഫോറം. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഇടപെടലും ഇതിൽ വളരെ നിർണായകമാകും. ഇപ്പോൾ തന്നെ ഈ കേസിൽ വിധി പ്രഖ്യാപിക്കണം. ഈ വേനൽക്കാല അവധിയിലേക്ക് ലോകായുക്ത ബെഞ്ച് പോകുന്നതിന് മുമ്പ് തന്നെ വിധി പ്രഖ്യാപിക്കുന്ന ആവശ്യമായാണ് ഹർജിക്കാരൻ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി എത്തിയത്. അപ്പോൾ ഹൈക്കോടതി അത് ലോകായുക്തയിലെ ഹർജി ബോധിപ്പിക്കുക, അതിനുശേഷം ഏപ്രിലിൽ കേസ് പരിഗണിക്കാമെന്നാണ് ഹൈക്കോടതി എന്തായാലും വാദം പൂർത്തിയായി 1 വർഷത്തിന് ശേഷമാണ് ലോകായുക്ത ഈ വിഷയത്തിൽ വിധി പറയും എന്ന് പ്രതീക്ഷിച്ചത്. എന്നാൽ അങ്ങനെ ഒരു വിധി പ്രഖ്യാപനം ഉണ്ടായില്ല. മറിച്ച് ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കും അഭിപ്രായ ഭിന്നതയുണ്ടാവുകയും ഇതിനെ തുടർന്ന് ഫുൾ ബെഞ്ചിലേക്ക് വിഷയം വിടുകയുമാണ് ചെയ്തിട്ടുള്ളത്. അരിക്കൊമ്പരെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. ചിന്നക്കനാൽ സിങ്ക് കണ്ടത്ത് രാപ്പകൽ സമരം തുടരുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിടെ ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായി. സിങ്ക് കണ്ടത്ത് 1 ഏക്കറോളം കൃഷിയിടം ആന നശിപ്പിച്ചു. ചിന്നക്കനാൽ സാന്തൻപാറ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ്. നിലവിൽ സിങ്ക് കണ്ടത്ത് രാപ്പകൽ സമരവുമായി ജനങ്ങൾ എത്തിയിരിക്കുന്നു. പ്രദേശവാസികളെല്ലാം ഈ മേഖലയിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ഇവരോട് കാര്യങ്ങൾ തിരക്കാം. എത്തരത്തിലുള്ള സമരങ്ങളാണ് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് ഈ സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാം, എങ്ങനെയാണ് നമ്മൾ സമരത്തിലേക്ക് മുമ്പോട്ട് പോകുന്നത്? സമരം എങ്ങനെ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നടത്തും? എങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് സമരങ്ങൾ? ഞങ്ങളുടെ ആനയെ ചില്ലിക്കുമ്മനെ പിടിച്ചോണ്ട് പോകുന്ന വരയ്ക്ക് ഞങ്ങളുടെ സമരം പിന്നോട്ട് ഇതുപോലെ രാത്രിയും പകലും തുടരും. ഇന്ന് ആനയുടെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഈ മേഖലയിലൊക്കെ? ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ആരും കിടന്ന് ഉറങ്ങില്ല. എല്ലാവരും ഞങ്ങൾ പുറത്തിറങ്ങി ആനനെ ഓടിക്കുകയാണ് ചെയ്തത്. അത് കാരണം കൊണ്ട് ആനനെ പിടിച്ച് മാറ്റുന്ന വരാൻ ഞങ്ങളുടെ സമരം മുമ്പോട്ട് പോകത്തേ ഉള്ളൂ, പുറകോട്ട് ഒരിക്കലും പോവുകയല്ല. ഇതിൽ ശക്തമായിട്ടുള്ള സമരം ഞങ്ങൾ തുടങ്ങും. ആനേനെ കൊണ്ടുപോകണം. ഞങ്ങൾ ജീവിക്കാനുള്ളതല്ലേ. പിള്ളേരെ എല്ലാവരും കഷ്ടപ്പെടും. അത് കാരണം കൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു പണിക്കോ അല്ലാതെ പോകാൻ പറ്റുകയില്ല. ഈ ഭൂമിയിലിരുന്ന് ഞങ്ങൾ ഇവിടെ ജനിച്ച മണ്ണ, ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവുകയില്ല.
ഞങ്ങൾ അതിന് എന്ത് വില വേണമെങ്കിലും കൊടുക്കും. ഞങ്ങൾ ഇറങ്ങി പോവുകയല്ല, ഒരിക്കലും പോവുകയല്ല, ഇവിടെ തന്നെ ജീവിക്കും. തീർച്ചയായും ആനയുടെ പ്രശ്നങ്ങൾ തീരുന്നത് വരെ സമരം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് ഇവിടുത്തെ നാട്ടുകാർ. ശക്തമായ സമരത്തിലേക്ക് കൊച്ചുകുട്ടികളടക്കമുള്ളവരാണ് ഈ സമര രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ രാത്രി കാലങ്ങളിലൊക്കെ ഈ സമരം തുടരാനുള്ളതാണ് തീരുമാനം. നമുക്ക് കുട്ടികളടക്കമുള്ളവർ ഈ സമരരംഗത്തുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, എങ്ങനെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ? ഇവിടെ ആനയുടെ ഉപദ്രവങ്ങൾ കൂടുതലായിട്ടുണ്ട്. ഇവിടെ സമരം ഇനി ശക്തമായിരിക്കാനാണ്. ആനയെ പിടിച്ചു മാറ്റുന്ന വരെയുള്ള ശക്തി ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും സമരം. സ്കൂൾ ബസ്സിന് നേരെയൊക്കെ നിരവധി പ്രാവശ്യം കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടൊന്നും ആരും ഇതിനൊരു എതിരായിട്ടുള്ള ഇതില്ല. മൃഗസ്നേഹം എന്ന് പറഞ്ഞതിന്റെ പേരിലും ഈ ആനേനെ പിടിച്ചു മാറ്റാനുള്ള ഇത് ഞങ്ങളിൽ നിന്നും ഒഴിവാക്കിയത് ഭയങ്കര ഒരു കഷ്ടമായി പോയി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ പിടിച്ചു മാറ്റണം എന്ന് ഞാൻ പറയാനുള്ളത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നിലപാടിലാണ് കൊച്ചുകുട്ടികളടക്കമുള്ളവർ ഈ സമരരംഗത്തേക്ക് വരുന്നതിനുള്ള കാരണം. രാത്രിയിൽ പുരുഷന്മാർ ഈ സമര പന്തലിൽ സ്ഥിരമായി ഇരിക്കും. ഒപ്പം സ്ത്രീകളടക്കമുള്ളവർ, തോട്ടം തൊഴിലാളികളടക്കമുള്ളവർ ഈ വരും ദിവസങ്ങളിലുമൊക്കെ ഈ സമരരംഗത്തേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ സമരരംഗ എത്തരത്തിലുള്ള ഇടപെടലുകളായിരിക്കും നാളുകൾ നമ്മൾ നടത്തുന്നത്? ഞങ്ങൾ ഈ അരിക്കൊമ്പിനെയും ചക്കക്കൊമ്പിനെയും പിടിച്ച് മാറ്റുന്ന ഒരു സമരം തുടരും. ഞങ്ങൾ അതിനായിട്ട് സമരത്തിനിരിക്കുന്നത്. ഞങ്ങളുടെ സമരം ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വെറുതെ പോകാനല്ല, ഞങ്ങൾ വെറുതെ റോട്ടിൽ കുത്തിരുന്നിട്ട് പോകാനല്ല ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ആനയൊക്കെ പിടിച്ച് മാറ്റണം. അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഒരുപാടിനും മാറ്റണം. എന്നാലും സമരം വിട്ടു പോവുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോകത്തില്ല. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നിലപാടിലാണ് വലിയ സമരങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യങ്ങളാണ് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത്. എന്തൊക്കെയാണ് ഈ വനംവകുപ്പിന്റെ ഒരു ഇടപെടലൊക്കെ ഈ വിഷയത്തിൽ എത്തരത്തിലാണ്? ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രേഖകൾ പ്രകാരം, ഇതിൽ കൃത്യമായ വില്ലേജ് രേഖകൾ പ്രകാരം ചിന്നക്കനാലിൽ വില്ലേജിൽ ഫോറസ്റ്റിന് ഭൂമി ഉള്ളതായി കാണപ്പെടുന്നില്ല. തഹസിൽദാർ തന്നെ ഒരു രേഖയാണിത്. ഈ ഭൂമിയിലാണ് വനഭൂമിയാണെന്ന് സ്ഥാപിക്കാനായിട്ട് വനം വകുപ്പ് തയ്യാറാകുന്നത്. അതിലാണ് ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെടുമെന്ന ഉത്കണ്ഠയാണ് ഞങ്ങൾക്ക് കൂടുതലായുള്ളത്. അതോടുകൂടെ 28 തൊട്ട് 32 വരെ കാട്ടാനകൾ അധിവസിക്കുന്ന ഈ ചിന്നക്കനാൽ, ശാന്തമ്പാറ, ബോഡിമെട്ട്, തിടീർ നഗർ പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് അക്രമകാരിയായ ഒരു കാട്ടാനയെ പിടിച്ചു മാറ്റുന്നതെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ചിന്നക്കനാലിൽ വലിയ പ്രതിഷേധം ആണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അരിക്കൊമ്പൻ വിഷയത്തിൽ ജനങ്ങളുടെ പ്രശ്നം കേൾക്കാതെയുള്ളതായി കോടതി വിധിയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. 301 കോളനിയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യം ആലോചനയിലില്ല. കോടതി നിശ്ചയിച്ച വിദഗ്ധ സമിതിക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ആദരവും വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ജനങ്ങളെ ആശ്വസിപ്പിച്ച് കൂടെ നിർത്തിയാലല്ലാതെ ഇത്തരം പരിപാടികൾ വിജയിക്കാൻ പോകുന്നില്ല എന്നൊരു പരമമായ സത്യം നിയമത്തിനപ്പുറമുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൽ ഉദാരമായൊരു നിലപാട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ്. മറ്റേത് ഇനിയിപ്പോൾ 29-ാം തീയതി 5-ാം തീയതി എന്താ പറയുന്നത് നോക്കുക. നിയമപരമായ മറ്റെന്തെങ്കിലും പോരാട്ടം നടത്താനുള്ള വഴിയുണ്ടോ നോക്കാം. ഇപ്പോഴേ മുൻകൂട്ടി നമ്മൾ കോടതി വിധി ഗവൺമെന്റിനെതിരായിരിക്കും, വനംവകുപ്പിനെതിരായിരിക്കും എന്നൊരു നിഗമനത്തിൽ എത്തേണ്ട കാര്യമില്ലല്ലോ. അരിക്കൊമ്പൻ ദൗത്യത്തിനെത്തിയ കുങ്കിയാനകൾ ചിന്നക്കനാലിന്റെ ഭൂപ്രകൃതിയോട് ഇണങ്ങിക്കഴിഞ്ഞു. ദൗത്യത്തിനായുള്ള കാത്തിരിപ്പിനിടെ ആനയിറങ്കലിന്റെ ഓളങ്ങൾക്ക് ഒപ്പം ഉല്ലസിക്കുകയാണ് കോന്നി സുരേന്ദ്രനും കുഞ്ചുവും. പതിവായി ഒരു നടത്തമുണ്ട് കോന്നി സുരേന്ദ്രനും കുഞ്ചുവിനും. നാട്ടുകാഴ്ചകൾ കണ്ടു വഴിയടി, പിന്നൊരു കുളി. ചിന്നക്കനാലിലെത്തിയിട്ടും ഈ ദിനചര്യകൾക്കൊന്നും മാറ്റമില്ല. ആനയിറങ്കലിലാണ് ഇപ്പോൾ നീരാട്ട്. തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് ദേഹത്തു തളിച്ച് പാപ്പന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് ചെവി കൂർപ്പിച്ച് അനുസരണയോടെ ആനയിറങ്കലിന്റെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് ഇരുവരും. അരിക്കൊമ്പൻ ദൗത്യം തീരുമാനിച്ചിരിക്കുന്ന സിമന്റ് പാലത്താണ് കുങ്കിയാന താവളം. കൂട്ടാളികളായ വിക്രമിന്റെയും
സൂര്യയുടെയും കൂട്ടുപിടിച്ച് അരിക്കൊമ്പനെ തളയ്ക്കാനുള്ള കാത്തിരിപ്പിലാണ് ഈ കരിവീരന്മാർ. കുളിയൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാണ് കോന്നി സുരേന്ദ്രനും കുഞ്ചുവും. ഒപ്പം വിക്രമും സൂര്യനുമുണ്ട്. ഇനി ദൗത്യത്തിനായുള്ള കാത്തിരിപ്പാണ്. ചിന്നക്കനാലിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം പ്രിൻസ് ജെയിംസ്, ന്യൂസ്18. അട്ടപ്പാടിയിൽ വിദ്യാർത്ഥികളുമായി പോയ ജീപ്പിന് നേരെ കാട്ടാനയുടെ ആക്രമണം. മുക്കാലി ചിണ്ടക്കിയിലാണ് സംഭവം. സ്കൂൾ അടച്ചതിനെ തുടർന്ന് മലമ്പുഴയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഊരിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കാട്ടാന ജീപ്പ് കുത്തിമറിച്ചിട്ടത്. തൊട്ടുപുറകെ എത്തിയ നാട്ടുകാരും വനംവകുപ്പ് ജീവനക്കാരും ഉടൻ തന്നെ കാട്ടാനയെ ഓടിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. ജീപ്പിൽ 3 വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 6 പേരാണ് ഉണ്ടായിരുന്നത്. ജീപ്പ് മറിഞ്ഞതിനെ തുടർന്ന് ഇവർക്ക് പരിക്കേറ്റു. വിദ്യാർത്ഥികളെ പിന്നീട് വനംവകുപ്പിന്റെ വാഹനത്തിൽ ഊരിൽ എത്തിച്ചു. വയനാട്ടിൽ മുത്തങ്ങിയിൽ കുങ്കിയാന ആക്കുവാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന PM2വിനെയും കടുവകളെയും മോചിപ്പിക്കണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി. വയനാട്ടിൽ നിലവിൽ 5 കടുവകളെ നിയമവിരുദ്ധമായി തടവിലിട്ടിരിക്കുകയാണ് എന്നും അവയെ തുറന്നുവിടണം എന്നും ഹർജിയിൽ ആവശ്യം ഉണ്ട്. തൃശൂർ സ്വദേശിനി മിനി സുധിലാണ് ഹർജി നൽകിയത്. PT7 എന്ന ആനയെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇന്നലെ വാദം ആരംഭിച്ചിരുന്നു. വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. ആഘോഷവേദിയിൽ അവഗണിച്ചെന്ന് തുറന്നടിച്ച് K മുരളീധരൻ രംഗത്തു വന്നു. മുൻനിരയിൽ സീറ്റ് നൽകാത്തതിനെതിരെ ശശി തരൂരും കടുത്ത അതൃപ്തിയിലാണ്. KPCC അധ്യക്ഷൻ മറുപടി നൽകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. പങ്കെടുക്കുന്നുണ്ടോ എനിക്ക് പങ്കെടുക്കുന്നതാണ്. കാരണം കാർഗെ വരുന്നൊരു ചടങ്ങാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അധ്യക്ഷൻ വരുമ്പോൾ ഒരു മുൻ KPCC പ്രസിഡന്റ് പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്. പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് തുറന്ന വീക്ഷണത്തിന്റെ സപ്ലിമെന്റ് കണ്ടപ്പോഴേ എന്റെ പേരില്ല. ഒരു ബോധപൂർവം മാറ്റി നിർത്തിയതാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, സ്വരം നന്നാവുമ്പോൾ തന്നെ പാട്ട് നിർത്താൻ ഞാൻ തയ്യാറാണ്. അത് കാരണം പാർട്ടിയാണ് എന്നെ ഈ സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചത്. അപ്പൊ ആ പാർട്ടിക്ക് എന്റെ സേവനം ആവശ്യമില്ല എന്ന് തോന്നിയാൽ അറിയിച്ചാൽ മതി. ഞാൻ തുറന്നു ഒന്നിലേക്കുമില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് KC വേണുഗോപാലിനോടും പറഞ്ഞിട്ടുണ്ട്, സുധാകരനോടും പറഞ്ഞിട്ടുണ്ട്. അത് K കരുണാകരനും ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. അതിപ്പോ എനിക്കും ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അത് നോക്കുമ്പോൾ ഞാനൊന്നും അല്ലല്ലോ. അതെ, അപ്പൊ അത് എന്താണ് ഒരു മുൻ KPCC പ്രസിഡന്റ് മാത്രം സമയത്തിന്റെ കുറവ്? അല്ല, അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. KPCC പ്രസിഡന്റ് മറുപടി ഞാൻ അതിലൊന്നും പറയും. ഞാൻ നോ കമന്റ്സ്. കാരണം നിങ്ങളെപ്പോഴും വില്ലന്മാരെ തേടി നടക്കുന്ന ആളാണ്. ഞാൻ ഒരു പ്രാവശ്യം വില്ലനായി, ഇനി വില്ലനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായില്ലേ? എപ്പോഴും ചക്ക വീഴുമ്പോൾ മൊയിലിയാവൂല. അതൊക്കെ അതിന്റെ ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് KPCC പ്രസിഡന്റാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, സംഘടനാപരമായി അവസാന വാക്ക് KPCC പ്രസിഡന്റിനാണ്. അദ്ദേഹം പറയും 25,000-ലധികം ആളുകൾ അവിടെ എത്തി. അതുകൊണ്ട് നമുക്ക് അവിടെ മുഴുവൻ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളത് സത്യമാണ്. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയിൽ കോൺഗ്രസ് നിയമ സംവിധാനത്തെ ചോദ്യം ചെയ്യുകയാണ് എന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. അതുകൊണ്ടാണ് അപ്പീൽ നൽകാൻ തയ്യാറാകാത്തത്. ഇപ്പോൾ വലിയ വീരസ്യം പറയുന്ന രാഹുൽ ഗാന്ധി മുൻപും മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നും V മുരളീധരൻ പരിഹസിച്ചു. കാരണം കോടതികളെ, രാജ്യത്തെ നിയമ സംവിധാനത്തെ എല്ലാവരും അംഗീകരിക്കണം. ആ നിയമ സംവിധാനത്തിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് മേൽക്കോടതിയെ സമീപിക്കുകയാണ്. കോൺഗ്രസ് മേൽക്കോടതിയെ സമീപിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞു വിധി വന്നിട്ട്. അപ്പോൾ കോടതി സംവിധാനത്തെ, നിയമ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുക. വിമാന ചാർജ് കുറയ്ക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. MPമാരെ വിളിച്ച് ഇക്കാര്യം നേരത്തെ ചർച്ച ചെയ്തിരുന്നു. പരിഹാരമുണ്ടാക്കാൻ ശ്രമം തുടരുകയാണ് എന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ശ്രമങ്ങളും വിദേശകാര്യ സംസ്ഥാന ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ നാളെ മുതൽ നടപ്പിലാക്കി തുടങ്ങുന്നതോടെ സമസ്ത മേഖലകളിലും വില വർധനയാകും മലയാളികളെ കാത്തിരിക്കുന്നത്. മദ്യത്തിനും ഇന്ധനത്തിനും വില കൂടും. ഭൂമിയുടെ ന്യായവിലയും വർദ്ധിക്കും. ഇതോടെ കുടുംബ ബജറ്റ് താളം തെറ്റുമെന്ന് ഉറപ്പ്. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന നികുതി നിർദ്ദേശങ്ങൾ ഇങ്ങനെ. മദ്യത്തിനും ഇന്ധനത്തിനും ബജറ്റിൽ പ്രഖ്യാപിച്ച സെസ് ഈടാക്കി തുടങ്ങും. 500 മുതൽ 999 രൂപ വരെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു കുപ്പിക്ക് 20 രൂപയും 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 20 രൂപയുമാണ് സെസ്.
പെട്രോളിനും ഡീസലിനും 2 രൂപ വർദ്ധിക്കും. മദ്യ സെസ് വഴി 400 കോടിയും ഇന്ധന സെസ് വഴി 750 കോടിയും ഫണ്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ക്ഷേമ പെൻഷൻ നൽകാനുള്ള സാമൂഹിക സുരക്ഷാ സീഡ് ഫണ്ടിലേക്കാണ് സെസ് തുക പോകുന്നത്. ഭൂമിയുടെ ന്യായവില, വാഹന നികുതി തുടങ്ങിയവയും വർദ്ധിക്കും. ന്യായവില 20% വർദ്ധിക്കുക. പണയാധാരം രജിസ്ട്രേഷൻ, ഒഴിവുകുറികൾക്കും 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകണം. വസ്തുനികുതി 5% വർദ്ധിക്കും. വാണിജ്യ വ്യവസായ യൂണിറ്റുകൾക്കുള്ള വൈദ്യുതി തീരുവയിൽ 5% വർധന. ഇരുചക്രവാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി 2% കൂടും. 2000 മുതൽ 4000 രൂപ വരെയാകും വില വർധന. 5 ലക്ഷം വരെ വിലയുള്ള കാറുകൾക്ക് 1% നികുതി വർധന. 5 മുതൽ 15 ലക്ഷം വരെ വിലയുള്ള വാഹനങ്ങൾക്ക് 2% നികുതി കൂടും. 15 മുതൽ 20 ലക്ഷം രൂപ വരെയും 20 മുതൽ 30 ലക്ഷം രൂപ വരെയും വിലയുള്ള വാഹനങ്ങൾക്ക് 1% നികുതി കൂടും. ഇതിലൂടെ 432 കോടി അധിക വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും നിരക്ക് വർദ്ധിപ്പിച്ചതിന്റെ ആഘാതത്തിൽ നിന്ന് സാധാരണക്കാർ പുറത്തു കടക്കും മുമ്പാണ് ഇന്ധന വില വർധനവ് നാളെ മുതൽ നിലവിൽ വരുന്നത്. ഇതോടെ എരിതീയിൽ നിന്ന് വറചട്ടിയിൽ വീണ അവസ്ഥയിലാകും മലയാളികൾ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ പ്രതിദിന എണ്ണത്തിൽ വൻ വർധന. ഒരു ദിവസത്തിനിടെ 3095 പേർക്ക് രോഗം ബാധിച്ചു. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നിലവിൽ 15208 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കുറ്റം ചുമത്തി ന്യൂയോർക്ക് ഗ്രാൻഡ് ജൂറി. 2016 തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് പോൺ താരത്തിന് $1.3 ലക്ഷം നൽകിയെന്ന കേസിലാണ് നടപടി. പണം നൽകിയത് ബിസിനസ് ചെലവായി കാണിച്ചതാണ് കുറ്റകരമായത്. ക്രിമിനൽ കുറ്റം ചുമത്തപ്പെടുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ്. അറസ്റ്റിന് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ താൻ നിരപരാധിയാണ് എന്നും കുറ്റം ചുമത്തിയത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ് എന്നും ട്രംപ് പ്രതികരിച്ചു. IPL പൂരം. രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് പൂരത്തിന് ഇന്ന് തുടക്കമാകുന്നു. IPL 16ാം സീസണിലെ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസും മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30ക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിന് 52 ദിനങ്ങൾ ഇനി ആഘോഷരാവ്. ഹോം എവേ രീതിയിലേക്ക് തിരിച്ചെത്തുന്ന മത്സരങ്ങൾ, ആവേശം കൂട്ടി ഇമ്പാക്ട് പ്ലെയർ നിയമം, 11 പ്രഖ്യാപിക്കുക ടോസിന് ശേഷം, വൈഡും നോബോളും DRS പരിധിയിൽ, അങ്ങനെ പ്രത്യേകതകൾ ഏറെയാണ്. വിസ്മയം തീർക്കാൻ 10 ടീമുകൾ, 12 വേദികളിലായി 74 മത്സരങ്ങൾ, ആരാധകർ നിമിഷങ്ങളെണ്ണി കാത്തിരിപ്പാണ്. മൊട്ടേറ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് പൂരത്തിന് കൊടിയേറുമ്പോൾ വീറും വാശിയും ഏറെയാണ്. കഴിഞ്ഞ സീസണിലെ തോൽവികൾക്കെല്ലാം ചെന്നൈക്ക് മറുപടി നൽകണം. കിരീടം വിട്ടുകൊടുക്കില്ലെന്ന വാശിയിൽ ഗുജറാത്തും. മോയിൻ അലി, ജഡേജ, സ്റ്റോക്സ്, ശിവൻ ദുബൈ ഓൾറൗണ്ട് മികവുള്ള താരങ്ങളാണ് കരുത്ത്. ബോളിംഗ് നിരയിൽ ദീപക് ചഹാറിലും മുകേഷ് ചൌധരിയിലുമാണ് പ്രതീക്ഷ. നായകൻ ധോണിയുടെ പരിക്കാണ് ടീമിനെ ആശങ്കയിലാഴ്ത്തുന്നത്. നായകവേഷത്തിൽ മഹി എത്തുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ. ആദ്യ മത്സരങ്ങളിൽ ബെൻ സ്റ്റോക്സ് പന്തെറിഞ്ഞേക്കില്ല. ഋതുരാജ് ഗെയ്ക്വാദും ഡെവോൺ കോൺവേയും ബാറ്റിംഗ് നിരയിൽ ഓപ്പണിംഗ് കുറിക്കും. കഴിഞ്ഞ തവണ 9ാം സ്ഥാനത്ത് സീസൺ അവസാനിപ്പിച്ചെടുത്ത് നിന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നത്. അരങ്ങേറ്റ സീസണിൽ തന്നെ കിരീടമുയർത്തിയ ഗുജറാത്ത് ടൈറ്റൻസ് നിസാരക്കാരല്ല. ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ കച്ചമുറുക്കിയാണ് ഗുജറാത്ത് എത്തുന്നത്. പരിശീലകൻ ആശിഷ് നെഹ്റ ഒരുക്കുന്ന തന്ത്രങ്ങൾ കിരീടം ഉറപ്പിക്കാൻ ശേഷിയുള്ളതെന്നാണ് ആരാധകരുടെ വാദം. ടീം ഒത്തിണക്കമാണ് ഗുജറാത്തിന്റെ ഏറ്റവും വലിയ ശക്തി. ഹാർദിക് പാണ്ഡ്യ, റഷീദ് ഖാൻ, കെയ്ൻ വില്യംസൺ, ശുഭ്മാൻ ഗിൽ, ഡേവിഡ് മില്ലർ, മാത്യു വെയ്ഡ്, മുഹമ്മദ് ഷമി, ശിവം മാവി, രാഹുൽ തിവാട്ടിയ, അൽസാരി ജോസഫ്, ജോഷ്വ ലിറ്റിൽ തുടങ്ങിയ നിര എന്തിനും പോന്നവർ. ഹാർദിക് പാണ്ഡ്യ, റാഷിദ് ഖാൻ, രാഹുൽ തിവാട്ടിയ എന്നിവരുടെ ഓൾറൗണ്ട് മികവ് ഏറെ നിർണായകം. ശുഭ്മാൻ ഗിൽ, കെയ്ൻ വില്യംസൺ എന്നിവരുടെ മിന്നും ഫോം
ടീമിന് നൽകുന്ന പ്രതീക്ഷയും ചെറുതല്ല. 10 ടീമുകളെ 2 ഗ്രൂപ്പുകളായി തിരിച്ചാണ് പോരാട്ടങ്ങൾ. ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ടീമുകൾ പരസ്പരം ഓരോ മത്സരങ്ങൾ കളിക്കുമ്പോൾ ഓരോ ടീമുകളും എതിർ ഗ്രൂപ്പിലെ 5 ടീമുകളുമായി 2 മത്സരങ്ങൾ വീതം കളിക്കും. പോയിന്റ് പട്ടികയിലെ ആദ്യ 4 സ്ഥാനക്കാരാണ് പ്ലേ ഓഫിൽ എത്തുക. പ്ലേ ഓഫിലെത്തുന്ന ആദ്യ 2 സ്ഥാനക്കാർ 1-ാം ക്വാളിഫയറിലും 3-4 സ്ഥാനക്കാർ എലിമിനേറ്ററിലും ഏറ്റുമുട്ടും. 1-ാം ക്വാളിഫയറിലെ വിജയികൾ നേരിട്ട് ഫൈനലിൽ പ്രവേശിക്കുമ്പോൾ തോൽക്കുന്ന ടീം എലിമിനേറ്ററിലെ വിജയികളുമായി 2-ാം ക്വാളിഫയർ കളിക്കും. ഇതിലെ വിജയികൾ ഫൈനലിലേക്ക് മുന്നേറും. മെയ് 28-നാണ് കിരീട പോരാട്ടം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. വയനാട്ടിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചതിന് കാരണം ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ ഗുരുതര അനാസ്ഥ. ഗുരുതരാവസ്ഥയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച കുഞ്ഞിന് കാര്യമായ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ നിസാരവൽക്കരിച്ചു എന്നാണ് ആരോപണം. പ്രാഥമിക അന്വേഷണത്തിൽ ചില ജീവനക്കാർക്ക് വീഴ്ച സംഭവിച്ചെന്ന് ബോധ്യപ്പെട്ടതായി DMO പറഞ്ഞു. മാർച്ച് 22-നാണ് വയനാട് വെള്ളമുണ്ട കാരാട്ടുകുന്ന് പണിയൂരിലെ ബിനീഷ് ലീല ദമ്പതികളുടെ 6 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചത്. അനീമിയയ്ക്കും പോഷകാഹാരക്കുറവിനും പുറമെ ന്യൂമോണിയയാണ് മരണകാരണം. ഗുരുതരാവസ്ഥയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിലെത്തിച്ച കുഞ്ഞിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ നിസ്സാരവൽക്കരിച്ചുവെന്നും ആക്ഷേപമുണ്ട്. അവിടുന്ന് പറഞ്ഞു കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ നിങ്ങൾ കുട്ടീൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വെറുതെ നാസാക്കണ്ടെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് എന്താ പ്രാന്താണൊക്കെ ഒന്ന് ഞങ്ങളടുത്ത് ചോദിച്ചത്. നല്ലൊരു കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്തിനാന്ന് 7 മണിക്ക് അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ രാത്രി 10-12 മണിയായപ്പോൾ ഞങ്ങൾക്ക് അവിടെ അവർ പിന്നെ വണ്ടി വിട്ട് തന്നു. അന്ന് രാത്രി തെരഞ്ഞ ആൾ ഏതൊക്കെ പയ്യനെ കൊണ്ടുപോയി അഡ്മിറ്റ് ആകാൻ പോയതാണ്. ഞാനവിടെ അഡ്മിറ്റ് ആക്കിയില്ല. അന്ന് തന്നെ കുറച്ച് മരുന്നും തന്നു. ഞാൻ അന്ന് തന്നെ രാത്രി 12 മണി വിട്ടു. ഓരോ വണ്ടിയിൽ തന്നെ ഞാൻ വന്നു, തിരിച്ചു വന്നു. രാവിലെ കൊച്ചിങ്ങനില്ലാതെ. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. ജീവനക്കാരിൽ ചിലർക്ക് വീഴ്ച സംഭവിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി DMO ദിനീഷ് പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. പലിശക്കാരന്റെ ഭീഷണിയെ തുടർന്ന് തിരുവനന്തപുരത്ത് മത്സ്യക്കച്ചവടക്കാരൻ ആത്മഹത്യ ചെയ്തു. ഓൾ സെയിൻസ് സ്വദേശി സുജിത് കുമാറാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. പലിശയ്ക്ക് പണം നൽകിയിരുന്ന സന്തോഷ് സുജിത്തിനെ വീട് കയറി ആക്രമിക്കുകയും തലയിൽ കല്ലുകൊണ്ട് ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. വലിയതുറ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒത്തുതീർപ്പിന് ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്നാണ് ആരോപണം. പിന്നെ അവൻ്റെ വീട് അവന് പൈസ കൊടുക്കാറുണ്ട്, ഉള്ള വാസമാണ് 40,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടായി. മോളെ പഠിപ്പിക്കാനും മത്സ്യക്കച്ചവടത്തിനാണ് വാങ്ങിച്ചത്. പിന്നെ അത് വാങ്ങിച്ച് ഇവൻ വീട്ടിൽ വന്ന് അതിക്രമിച്ച് അവൻ്റെ ഭാര്യയും കൂടെ ചോദിച്ചപ്പോഴത്തേക്ക് എന്താ ഇവൻ മറുപടി പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ മറ്റവൻ കരിങ്കലെടുത്ത് അവനെ ഇടിച്ചു കൊടുത്ത് 5 തൈലുണ്ട് ഈ മരിച്ചടക്കണവന്. ഈ കൊച്ചിനെ ചുണ്ടിൽ അടിച്ച് 3 പല്ലും. നമ്മൾ ചങ്ങമൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തുകൊണ്ട് ഇന്ന് ഞാൻ സ്റ്റേഷൻ ചെന്നപ്പോൾ FIR എന്നെ കാണിച്ചെന്ന് അവർ പരാതി എടുത്തിട്ടുണ്ടെന്ന് പറയണം. പക്ഷേ ഇതുവരെ അവിടെ വന്നൊരു സാക്ഷിമൊഴി എടുത്തിട്ടില്ല. ആ ഒരു മാനസിക പ്രയാസം അവനുണ്ടായി. ഇന്നലെ മെനിഞ്ഞാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ചേട്ടാ ഇതുവരെ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു സാക്ഷിമൊഴി എടുക്കേണ്ട ഇവരെന്താണ് സംഭവിച്ചതെന്ന്. പ്രമുഖ സാഹിത്യകാരി സാറ തോമസ് അന്തരിച്ചു. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം നന്ദാവനത്തെ മകളുടെ വീട്ടിലാണ് അന്ത്യം. 88 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 17 നോവലുകളും 100-ലേറെ ചെറുകഥകളും എഴുതി. നാർമടിപ്പുടവ എന്ന നോവലാണ് ഏറ്റവും ശ്രദ്ധേയമായ കൃതി. അസ്തമയം, പവിഴമുത്ത്, അർച്ചന, മുറിപ്പാടുകൾ എന്നീ നോവലുകൾ ചലച്ചിത്രമായിട്ടുണ്ട്. സംസ്കാരം നാളെ പാറ്റൂർ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. കേരള സാങ്കേതിക സർവകലാശാല താത്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് ഹിയറിംഗിന് ഹാജരായില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധിപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി മുമ്പാകെ ഹാജരാകാനായിരുന്നു സിസ തോമസിന് നൽകിയ നിർദ്ദേശം. വിവാദങ്ങൾക്കിടെ സിസ തോമസ് ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. നിലവിൽ സാങ്കേതിക സർവകലാശാല VC-ആയും ബാട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായും സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. വിരമിച്ച ശേഷം ഉദ്യോഗസ്ഥ തലത്തിൽ നടപടിയെടുക്കാനാണ് സർക്കാർ നീക്കം. കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിനെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ജങ്കാർ സർവീസ് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. തുറമുഖ വകുപ്പ് അന്യായമായി പിഴ ചുമത്തിയതിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാരുടെ നടപടി. ഇതോടെ കൊല്ലത്തേക്ക് അടക്കം എത്തണമെങ്കിൽ 25 കിലോമീറ്ററിൽ ഏറെ ചുറ്റി സഞ്ചരിക്കേണ്ടി വരും.
കൃത്യമായ പരിശോധന നടത്താതെ തുറമുഖ വകുപ്പ് 60,000 രൂപ അന്യായമായി പിഴ ചുമത്തിയതാണ് ജങ്കാർ ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കിയത്. പിഴയടയ്ക്കാതെ വാർഷിക സർവീസ് നടത്തില്ലെന്ന ഉദ്യോഗസ്ഥരുടെ പിടിവാശിക്ക് മുന്നിൽ കീഴടങ്ങാൻ ജീവനക്കാർ ഒരുക്കമല്ല. തുറമുഖ വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. ഈ കാണുന്ന പാലം പണി തുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് ജങ്കാർ സർവീസ് അവിടെ നടത്താനൊക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അത് പുനഃക്രമീകരിച്ചപ്പോൾ അടുത്ത ഒരു തുരുത്തായ പട്ടംതുരുത്തിലോട്ട് വേണം ഈ സർവീസ് എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് അന്നുണ്ടായിരുന്നതിൻ്റെ 3 ഇരട്ടി ഡീസൽ ചെലവ് അധികമായി. തൊഴിലാളികൾക്ക് 4 തൊഴിലാളികൾ ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസ് തരാതെ ഈ സാധനം ഞങ്ങളെ കൊണ്ട് സർവീസ് നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വാദി പ്രതിയാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് യാത്രക്കാർ ഞങ്ങളോട് സഹകരിക്കണമെന്ന് എന്ന് അഭ്യർത്ഥിക്കുന്നു. സർവീസ് നിർത്തുന്നതോടെ മൺട്രോ തുരുത്ത് യാത്രാമാർഗമില്ലാതെ ഒറ്റപ്പെടും. വിനോദസഞ്ചാരികളടക്കം ആയിരക്കണക്കിന് തീർത്ഥാടകർ പ്രതിസന്ധിയിലാകും. അവർക്ക് പിഴ ചുമത്തിയിരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഇളവ് അനുവദിച്ചുകൊണ്ട് ജങ്കാർ തുടരുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ മൺട്രോ തുരുത്തിലെ ജനവിഭാഗം ഒന്നാകെ വലഞ്ഞു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുതലാളി കൈയൊഴിഞ്ഞ ജങ്കാർ ജീവനക്കാർ ഏറ്റെടുത്താണ് സർവീസ് നടത്തുന്നത്. നഷ്ടം സഹിച്ച് മുന്നോട്ടു പോകുമ്പോഴും വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയ്ക്കും ഇവർ അവസരമൊരുക്കുന്നു. മൺട്രോ തുരുത്തിൽ നിന്നുള്ള ജങ്കാർ സർവീസിന്റെ അവസാന സർവീസുകളിലേക്ക് കടക്കുകയാണ്. നാളെ മുതൽ ഈ സർവീസ് ഇല്ലാതാവും. അതോടുകൂടി തന്നെ ആയിരക്കണക്കിന് വരുന്ന യാത്രക്കാർക്ക് കൊല്ലം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അപ്പാടെ നഷ്ടമാകുന്നത്. ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നാണ് ഇവിടുത്തെ ജീവനക്കാരും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരും ഒരുമിച്ച് ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ഷിജു ചവർക്കൊപ്പം ഷാനോസ് ഡേവിഡ്, ന്യൂസ് 18 കൊല്ലം. ഇടവേള. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പ്രപഞ്ചയാഗത്തിന് തുടക്കമായി. നേപ്പാളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള യാഗ ആചാര്യന്മാർ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന പ്രപഞ്ചയാഗം ഏപ്രിൽ 6 വരെയാണ്. യാഗശാലയിൽ പുലർച്ചെ അരണിയിൽ നിന്ന് ജ്വലിപ്പിച്ച അഗ്നി ഹോമകുണ്ഡത്തിൽ പകർന്നതോടുകൂടിയാണ് പ്രപഞ്ചയാഗത്തിന് തുടക്കമായത്. ബാലത്രിപുരസുന്ദരി ദേവി മുഖ്യപ്രതിഷ്ഠയായ പൗർണമിക്കാവ് മറ്റൊരു മഹായാഗത്തിനു കൂടി വേദിയാകുന്നു. നേപ്പാളിലെ പശുപതിനാഥ്, ബദരീനാഥ്, കേദാർനാഥ്, പത്മനാഭസ്വാമി ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം തുടങ്ങി 108 പുണ്യകേന്ദ്രങ്ങളിലെ മുഖ്യ പുരോഹിതർ പ്രപഞ്ചയാഗത്തിന് കാർമ്മികത്വം വഹിക്കും. അഘോരി പരമ്പരയിലെ ശ്രീ ശ്രീ കൈലാസപുരിയാണ് യാഗാചാര്യൻ. പത്ത് തലമുറ ചെയ്തിരിക്കുന്ന സുഹൃതമായ പുണ്യമാണ് ആ തലമുറയ്ക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഈ യാഗശാലയിൽ ഒരു കണ്ണിയാകാൻ കഴിയുന്നതാണ് ഓരോ ഭക്തന്റെയും പുണ്യമെന്ന് പറയുവാൻ വേണ്ടി അവസരം വിനിയോഗിക്കുന്നു. പഞ്ചമുഖ ഗണപതി, ഹാലാസ്യ ശിവൻ, പരാശക്തി, നാഗദേവകൾ തുടങ്ങി നിരവധി ഉപദേവകളുടെ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. മാസത്തിൽ 2 തവണയെ നട തുറക്കൂ. പൗർണമിക്കും അത് കഴിഞ്ഞു വരുന്ന 2ാമത്തെ വെള്ളിയാഴ്ചയും. എന്താണ് പിതൃക്കൾ, എന്താണ് പിതൃശുദ്ധി, എന്താണ് ചെയ്യേണ്ടത്, ഏത് പൂജയാണ് ചെയ്യേണ്ടത്, കുടുംബകലകം, സന്താനഭാഗ്യമില്ലായ്മ, കുടുംബത്തിലെ എന്ന് വേണ്ട സാമ്പത്തിക പ്രശ്നം, സ്വസ്ഥതയില്ലായ്മ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം. കഴിഞ്ഞ വർഷം 10 ദിവസം നീണ്ട മഹാകാളിയാഗം നടന്നിരുന്നു. പ്രപഞ്ച നന്മയ്ക്കും ജീവരാശിയുടെ രക്ഷയ്ക്കുമായാണ് യാഗം നടത്തുന്നത്. യാഗശാല കാണാനെത്തുന്ന തീർത്ഥാടകർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനവുമായി അശ്വതി എത്തും. നമസ്കാരം.